ഇന്നലെ വൈകിയ സമയമായപ്പം എനിക്ക് കൊല്ലത്ത് നിന്ന് ഒരു മെസ്സേജ് വന്നു. എൻ്റെ പേര് രേഷ്മ എന്ന് വെച്ചാൽ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതാ അച്ഛാ. എൻ്റെ കരളിന് വീക്കമുണ്ട് അച്ഛാ, അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റണില്ല അച്ഛാ. അച്ഛൻ എന്തെങ്കിലും ചെറിയ സഹായം ചെയ്യണം. വല്ലാണ്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വ്യക്തി, ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നെ വല്ലാണ്ട് സ്പർശിച്ചു. അവർക്കൊരു രോഗമുണ്ട്. ആ രോഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് പൈസ വേണമെന്ന് എന്നോട് ചോദിച്ചത്. ദശാംശം മാറ്റി വെക്കുന്ന ഒരാൾക്ക് ഇവരുടെ ഗൂഗിൾ പേ നമ്പർ അയച്ചു കൊടുക്കുകയും ചെയ്തു. അവരത് പൈസ അയച്ചു കൊടുക്കുകയും ചെയ്തു. എൻ്റെ അക്കൗണ്ടിൽ നല്ല കൊടുത്തത്. പക്ഷെ അവർ ആ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ 10-ൽ താഴെ ആളുകളെ ഇങ്ങനെ പ്രതികരിച്ചു എന്നെ വല്ലാണ്ട് സ്പർശിച്ചുകൊണ്ടാണ്. അവരുടെ വോയിസ് നിങ്ങൾക്കിപ്പോൾ കേൾക്കാം. അച്ഛനെ ഞാൻ പള്ളി ചെല്ലുമ്പോൾ പ്രാർത്ഥിച്ചോളാം അച്ഛാ. അച്ഛനെ എനിക്ക് വേണ്ടി സഹായിച്ചതിന് ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചോളാം. എത്ര ലക്ഷം രൂപ ഉണ്ടായിരുന്നാലും ഇങ്ങനൊരു വാക്ക് കേൾക്കുമോ? ഒരു പ്രാർത്ഥിക്കത്തില്ല ഒന്നും എനിക്കറിയില്ല, ഞാൻ ഇവരെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ എന്നെ വല്ലാണ്ട് ഈ ചെറിയ വാചകം ഒരു അനുഗ്രഹമായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ എത്ര ലക്ഷം രൂപ ഉണ്ടായാലും ഈ ചെറിയ അനുഗ്രഹത്തിന് വലിയ പ്രസക്തിയാണ്. ഇപ്പോഴ് കേരളത്തിൽ 5 ദിവസമായിട്ട് മഴയാണ്. ശരി, എൻ്റെ 27 വീടിൻ്റെ സൈറ്റാണ് മുടങ്ങി കിടക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പെയിൻറ്റർമാർക്കില്ല, മേശരിമാർക്കില്ല, ആശാരിമാർക്കില്ല, കൃഷിക്കാർക്കില്ല, ആർക്കും 1 രൂപ പോലും വരുമാനമില്ലാതെ വീട്ടിലിരിക്കുക. എത്ര പേരുടെ ഫോണാണ് വരുന്നത്. നമ്മൾ ഇത്രയും കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എൻ്റെ വ്യക്തിഗതമായ അനുഭവത്തിൽ.